പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാതലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ആഴ്ച ക്രിസ്മസിൻ്റെ ആശംസകൾ അറിയിക്കുവാനായിട്ട് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ വരികയുണ്ടായി. സംസാരവേളയിൽ ആ മാഡം എന്നോട് പറയുകയുണ്ടായി, അച്ഛാ, മക്കളെ വളർത്തുന്നത് വളരെ ക്ലേശകരമായിട്ടുള്ള ഒന്നാണ്, ഒരു ഹൈ ടാസ്ക്കാണിന്ന്. കാരണം ഇന്നത്തെ മക്കളുടെ കാഴ്ചപ്പാടുകൾ ഒത്തിരി മാറിയിരിക്കുന്നു. ആ മാഡം തുടർന്നു, അച്ഛാ, എൻ്റെ മകൾ ഒരു ദിവസം എന്നോട് പറയുകയായിരുന്നു, അമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. എനിക്ക് 18 വയസ്സായി, എനിക്ക് പ്രായപൂർത്തിയായി, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എനിക്കറിയാം എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അമ്മ അധികം ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ അമ്മമാരോട് കയർത്ത് സംസാരിക്കുന്ന നിരവധി കുട്ടികളിന്ന് പല കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ നിരവധി മാതാപിതാക്കൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മക്കളെ നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ടാണച്ചോ, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അവരൊന്ന് ഉപദേശിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഒരു വീട്ടിലെ അപ്പനും അമ്മയും 3 മക്കളും. അവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് വാട്സപ്പിലൂടെയാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് അധിക സമയം അവർ പരസ്പരം സംസാരിക്കുന്നത്, പല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഭക്ഷണത്തിന് സമയമായി വരൂ എന്നും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് പറയുന്നതുമൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ്. ഇന്ന് ചില കുടുംബങ്ങളിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉള്ളിലായിട്ട് പോയിട്ടുണ്ട്. അതുമല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവരുണ്ട്. ഇന്ന് ചില കുടുംബങ്ങൾ ഏറ്റവും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുമ്പോൾ വേറെ ചില കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്, നരകയാതനയിലൂടെയാണ് കടന്നു പോകുന്നത്. ചത്ത് ജീവിക്കുന്ന ചില മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെയെല്ലാം കുടുംബങ്ങൾക്ക് മാതൃകയാണ് നസ്രത്തിലെ തിരുക്കുടുംബം. എങ്ങനെയാണ് നസ്രത്തിലെ തിരുക്കുടുംബം നമുക്ക് മാതൃകയായിട്ട് നിലകൊള്ളുന്നത്? പരസ്പര സ്നേഹമാണ് നസ്രത്തെ തിരുക്കുടുംബത്തെ നമുക്ക് മാതൃകയാക്കി മാറ്റുന്നത്. അത് വിട്ടുവീഴ്ച ചെയ്യുന്ന സ്നേഹമാണ്, ക്ഷമിക്കുന്ന സ്നേഹമാണ്, പരസ്പരം പങ്കുവയ്ക്കുന്ന സ്നേഹമാണ്, പൊറുക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രബോധനം നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ ബൈബിളിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്ന 1 കൊറിന്തോസ് 13 1 മുതൽ 13 വരെയുള്ള വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്നോ കൈത്താളമോ ആണ്. എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായിട്ട് പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇവിടെ എന്താണ് സ്നേഹമെന്നും സ്നേഹം എന്ത് ചെയ്യുന്നുവെന്നും സ്നേഹം എന്ത് ചെയ്യുന്നില്ല എന്നും വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ചുരുക്കത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ തോറ്റുകൊടുക്കുവാനായിട്ട് തയ്യാറാകും, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകും, ക്ഷമിക്കും, പൊറുക്കും, എളിമപ്പെടും. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ സുനാമി പോലുള്ള പല കാര്യങ്ങൾ മാറിപ്പോകും. തിരുക്കുടുംബത്തെ പരസ്പരം ബന്ധിപ്പിച്ച ഘടകം ഈ സ്നേഹമാണ്, വിട്ടുവീഴ്ചയാണ്, തോറ്റുകൊടുക്കലാണ്, എളിമയാണ്. ഇന്ന് കുടുംബങ്ങളിൽ ഈ സ്നേഹമുണ്ടെങ്കിൽ, ക്ഷമിക്കുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം, വിട്ടുവീഴ്ച ചെയ്യുന്ന സ്നേഹം, പങ്കുവയ്ക്കുന്ന സ്നേഹം, അത്തരം കുടുംബം ഉറപ്പായിട്ടും സ്വർഗമായിട്ട് മാറും. ഇന്നത്തെ വായനകളൊക്കെ നമുക്കതിനായിട്ടുള്ള ഒരു വ്യക്തത നൽകുന്നുണ്ട്. ഇന്നത്തെ 1-ാം വായന നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 3 മുതൽ 9 വരെയുള്ള വചനത്തിൽ, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും, അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും.
ഈ വചനം എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറിളക്കും. കുറച്ചുകൂടി വെളിച്ചം നൽകുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായന. നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നു കൊളോസ്യർക്ക് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 12 മുതൽ 20 വരെയുള്ള വചനത്തിൽ, നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവൻ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താവിന് യോഗ്യമായ വിധം ഭർത്താക്കന്മാർക്ക് വിധേയരാകുവൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവൻ, അവരോട് നിർദ്ദയമായിട്ട് പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവൻ, ഇത് കർത്താവിന് പ്രീതികരമത്ര. അങ്ങനെ ഭർത്താവ്, ഭാര്യ, മക്കൾ ഒരു പാക്കേജ് പോലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രബോധനം ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ പ്രകാരം വായിച്ചു കേൾക്കുന്നു, നസ്രത്തിലെ തിരുക്കുടുംബം എങ്ങനെ പ്രതിസന്ധികൾ തരണം ചെയ്തുവെന്ന്. അവർ ഏക മനസ്സോടെയാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തത്. അതിനടിസ്ഥാന കാരണവും സ്നേഹമാണ്. ദൈവത്തിൻ്റെ ഹിതത്തിന് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് മാലാഖയിലൂടെ അരുൾ ചെയ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഉത്തമ കുടുംബമായി ജീവിച്ചു. അതിനാൽ തന്നെയാണ് തിരുക്കുടുംബമായിട്ട് മാറുവാനായിട്ടുള്ള കാരണം. ചുരുക്കത്തിൽ സ്നേഹമാണ് നല്ല കുടുംബത്തിൻ്റെ അടിസ്ഥാനശില. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ എല്ലാ കുടുംബങ്ങളും അങ്ങനെ തിരുക്കുടുംബമായിട്ട് മാറുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രാധാന്യം സഭയുടെ പ്രബോധനങ്ങൾ കാണുവാൻ സാധിക്കും. 2-ാം വത്തിക്കാൻ സിനോദോസ് തിരുസഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ലുമെൻ ജെൻസ്യം ജനതകളുടെ പ്രകാശമെന്ന രേഖയിൽ 11-ാം ഖണ്ഡികയിൽ ഇപ്രകാരം കുറിക്കുന്നുണ്ട്. കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ നിർവചിക്കുന്നു, കുടുംബം ഗാർഹിക സഭയാണ്. കാരണം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ എല്ലാ മൂല്യങ്ങളുടെയും പ്രഥമ പാഠങ്ങൾ അഭ്യസിക്കുന്നത് കുടുംബത്തിൽ നിന്നുമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക ആവശ്യമാണ് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തുക എന്നുള്ളത്. കാരണം പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ തന്നെ കുടുംബത്തിലെ എല്ലാവരും കുറച്ച് സമയം ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുവാൻ സമയം കണ്ടെത്തണം. ഒരു ഡിജിറ്റൽ ഫ്രീ അവർ, മൊബൈൽ ഫോണും ലാപ്ടോപ്പും സ്മാർട്ട് ടിവിയും മറ്റുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണം എല്ലാം കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കുവാനും കേൾക്കുവാനും നമ്മൾ ശ്രമിക്കണം. ഇന്നത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ പരസ്പരം ചങ്കായിട്ട് മാറണം. ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും, അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾക്കും അപ്രകാരം പരസ്പരം ചങ്കായിട്ട് മാറുവാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കൾ റോൾ മോഡലായിട്ട് മാറുക എന്നത്. കാരണം കുട്ടികൾ നോക്കുക മാതാപിതാക്കളെയാണ്. അവർ മാതാപിതാക്കളെയാണ് ജീവിതത്തിൽ അനുകരിക്കുക. മാതാപിതാക്കൾ ദുർമാതൃകപരമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് കുട്ടികളെ ഉപദേശിക്കുവാൻ ശ്രമിച്ചാൽ ഇന്നത്തെ കുട്ടികൾ മാതാപിതാക്കളോട് ഉറപ്പായിട്ട് പറയും, ആദ്യം നിങ്ങൾ നന്നാവുക, എന്നിട്ട് ഞങ്ങളെ ഉപദേശിക്കുക. അപ്പനും അമ്മയ്ക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാ? ഇതാണ് ഇന്നത്തെ ന്യൂജൻ കുട്ടികൾ ചോദിക്കുക മാതാപിതാക്കളോട്. പലപ്പോഴും കുട്ടികൾ മാതാപിതാക്കളോട് ഇപ്രകാരം സംസാരിക്കുന്നത് കേൾക്കുവാനൊക്കെ ആയിട്ട് ഞാൻ ഇടയായിട്ടുണ്ട്. ആയതിനാൽ മാതാപിതാക്കൾ എല്ലായ്പ്പോഴും റോൾ മോഡലായി മാറുവാനൊക്കെ ആയിട്ട് പരിശ്രമിക്കണം. നമ്മുടെ കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാനായിട്ടുള്ള ഒരു വലിയ മാർഗമാണ് പ്രാർത്ഥന, പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥന. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ വാക്കുകൾ എങ്ങനെയാണ്? എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലകൊള്ളും. ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ട് വിശുദ്ധ മദർ തെരേസ പലപ്പോഴും പറയാറുണ്ട്, എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. കാനായിലെ കല്യാണ വേളയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുറവിനെ നിറവാക്കി മാറ്റി. നമ്മുടെ കുടുംബങ്ങളിലും ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എല്ലാ കുറവുകളും നിറവായിട്ട് മാറും. 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുക. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിലെ 99% പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉറപ്പായിട്ടും മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കത്തോലിക്ക തിരുസഭ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളും ജൂബിലി വർഷത്തിൻ്റെ സമാപനവും കൊണ്ടാടുമ്പോൾ, ആഘോഷിക്കുമ്പോൾ ലിയോ പാപ്പയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഈവൻ ആസ് ജൂബിലി എൻഡ്സ് വി റിമെയിൻ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. ജൂബിലി അവസാനിക്കുമ്പോഴും
നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് തുടരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് മാറിക്കൊണ്ട് തിരുകുടുംബം പോലെ നമ്മുടെ കുടുംബങ്ങളെ മാറ്റി തീർക്കാം. പ്രത്യാശയുടെ തിരുകുടുംബമായി മാറാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.